2024 കോർപ്പറേറ്റുകളും വൻകിട വ്യാപാരികളും വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഒരു വശത്ത് വൻകിട വ്യാപാരികൾ മുന്നേറുമ്പോൾ മറ്റൊരു വശത്ത് ചെറുകിട വ്യാപാരികളും സംരംഭകരും താഴേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ, വ്യാപാര മേഖലകളിലെല്ലാം മാന്ദ്യമാണ് ഉണ്ടാകുന്നതെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1000-ലേറെ ഹോട്ടലുകളും ചെറുകിട സ്ഥാപനങ്ങളും പൂട്ടിപ്പോയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിൽക്കാൻ ഒരുപാട് പേർ ഉണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് എന്ന് പറയപ്പെടുന്നു. നിർമ്മാണ മേഖലയിലും പ്രതിസന്ധിയുണ്ട്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ബംഗാൾ, ബീഹാർ തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കും കേരളത്തിന്റെ പ്രാദേശിക വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ലോട്ടറി, ഹോട്ടൽ, കൂൾ ബാർ, മൊബൈൽ റീചാർജ്, ഓട്ടോറിക്ഷ തുടങ്ങിയ മേഖലകളിലും മാന്ദ്യം കടന്നുവരികയാണ്. നാട്ടിൻപുറങ്ങളിലെ ഹോട്ടലുകളിൽ പലതും അടച്ചുപൂട്ടിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 2024 കേരളത്തിൽ 1000-ഓളം ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പാചകവാതകത്തിന്റെ അടിക്കടിയുള്ള വില വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും ഹോട്ടൽ മേഖലയ്ക്ക് താങ്ങാനാകുന്നില്ല. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ ഉയർത്തിയതോടെ പാമോയിലിനും ഭക്ഷ്യ എണ്ണകൾക്കും വില കൂടി, വെളിച്ചെണ്ണയ്ക്കും വിലയുയർന്നു. ഇതോടെ വാടക കെട്ടിടത്തിലും ചെറിയ മുറികളിലും പ്രവർത്തിക്കുന്ന സാധാരണ ഹോട്ടലുകൾ നഷ്ടത്തിലായി. യാതൊരു നിയന്ത്രണവുമില്ലാതെ റോഡരികിൽ പ്രവർത്തിക്കുന്ന അനധികൃത തട്ടുകടകളും വാഹനങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന അനധികൃത ഭക്ഷണ വ്യാപാരവും ഹോട്ടലുകളെ തകർക്കുകയാണെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഹോട്ടലുകളുള്ള നഗരസഭകളിൽ ഒന്നാണ് ഗുരുവായൂർ. 250ഓളം ഹോട്ടലുകളാണ് ഇവിടെ മാത്രമുള്ളത്. ഇതിൽ 37 ഹോട്ടലുകൾ അടുത്ത കാലത്തെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ നട്ടം തിരിയുമ്പോഴാണ് GSTയുടെ പേരിലുള്ള അധിക ബാധ്യതകളും വരുന്നത്. ഉയർന്ന കൂലിയും തൊഴിലാളികളെ കിട്ടാതെ വരുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. അതുപോലെ ബാർ ഹോട്ടലുകളിലും സമാനമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ നടപ്പാക്കിയ ജനകീയ ഹോട്ടലുകളും സബ്സിഡി ലഭ്യമാകാത്തതുമൂലം പ്രതിസന്ധിയിലാണ്. 2020 ജനകീയ ഹോട്ടലുകൾ സംസ്ഥാനത്ത് തുറക്കുന്നത്. വിശന്നിരിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞ നിരക്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകണം എന്ന ആശയമാണ് പദ്ധതിക്ക് പിന്നിൽ. 1180 ഹോട്ടലുകൾ വഴി 4485 വനിതാ ജീവനക്കാരാണ് ഇതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. പൊതുവിതരണ വകുപ്പിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കിയാണ് പദ്ധതി മുന്നോട്ടു പോയിരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നടത്തിപ്പ് ചുമതല. എന്നാൽ സർക്കാർ സബ്സിഡി ലഭ്യമാകാതെ വന്നതോടെ ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റി. സബ്സിഡി തുക ഉടൻ ലഭ്യമാകുമെന്നാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഉറപ്പ് നൽകിയിരുന്നത്. ഈ പ്രതീക്ഷയിൽ ജീവനക്കാരായ വീട്ടമ്മമാർ സ്വന്തം കയ്യിലെ പണം വിനിയോഗിച്ചാണ് ഹോട്ടലുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ സബ്സിഡി തുക ലഭിക്കാതെ വന്നതോടെ ഇവരും പ്രതിസന്ധിയിലായി. ഇതോടെ ഇത്തരം ഹോട്ടലുകൾ പലതും പൂട്ടുന്ന അവസ്ഥയായിരുന്നു. അതേസമയം കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ തിരിച്ചടി നേരിട്ട വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. ചെറുകിട നിർമ്മാണ കമ്പനികളും കോൺട്രാക്ടർമാരും തങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. മുൻപ് മാസത്തിൽ 1000-2000 ചാക്ക് സിമന്റ് എടുത്തിരുന്നവർ ഇന്ന് 500-600 ചാക്ക് പോലും വാങ്ങുന്നില്ല എന്നതാണ്. മണൽ, മെറ്റൽ, കല്ല്, കമ്പി, സിമന്റ് എന്നിവയ്ക്കെല്ലാം കുത്തനെ വില കൂടുകയാണ്. സർക്കാർ കോൺട്രാക്ടർമാർക്ക് 16,000 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. ഇതോടെ കരാറുകൾ പണി നിർത്തിയ മട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു പ്രധാന മേഖലയായ റിയൽ എസ്റ്റേറ്റ് മേഖലയും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. സർക്കാർ വലിയ തോതിൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചതോടെ ഭൂമി കച്ചവടം ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ വില കിട്ടില്ല എന്ന് തോന്നൽ വന്നതോടെ ഭൂമി വിൽക്കാനും ആളുകൾ തയ്യാറാവുന്നില്ല. മാത്രമല്ല എവിടെയും ഒരു ഭൂമി കച്ചവടവും നടക്കുന്നില്ല. സാമ്പത്തിക മാന്ദ്യഭീതി വന്നതോടെ ആളുകൾ പണം ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാകുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് GDPയിലും ആഗോള വരുമാനത്തിലുമൊക്കെ വളർച്ച രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ ചെറുകിട മേഖലയിൽ അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം.